നമ്മുടെ നാട്ടിലെ ചില കുട്ടികളെ കാണാതായ മിസ്സിംഗ് കേസൊക്കെ വരുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരും എല്ലാവരും എത്ര ഇടപെടലാണ് ഈ ഒരു വിഷയത്തിൽ നടത്താറുള്ളത്. പക്ഷേ കോഴിക്കോട് വെച്ച് അതിരടി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടൊവിനോ തോമസ് എത്തിച്ചേർന്ന ഒരു പ്രോഗ്രാമിൽ വലിയ ജനക്കൂട്ടം എത്തിച്ചേർന്നു. അപ്പോൾ വലിയൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ കുട്ടികൾ മിസ്സാവും. പക്ഷെ ഇവിടെ സംഭവിച്ചത് ചിലപ്പോൾ കുട്ടികൾ മിസ്സായ ആ ഒരു കേസിൽ രഞ്ജിനി ഹരിദാസാണ് ഇതിൻ്റെ ആങ്കർ ചെയ്യുന്നത്. അവരുടെ അടുത്ത് മാതാപിതാക്കൾ ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുട്ടികൾ മിസ്സായി അവരുടെ പേര് വിളിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ സ്റ്റേജിൽ പേര് അനൗൺസ് ചെയ്യും, ആളുകൾ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു സഹായം ഉണ്ടാവാറുണ്ട്. പക്ഷെ കോഴിക്കോട് സംഭവിച്ചത് അങ്ങനെയല്ല. ഈ കുട്ടിയുടെ പേര് മൈക്കിലൂടെ അനൗൺസ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വളരെ തമാശയുള്ളൊരു കളിയാക്കി അതിനെ മാറ്റി എന്ന ഒരു വലിയ വിവാദമുള്ള ഒരു സംഗതി ഇപ്പോൾ അടുത്ത് നടന്നിരുന്നു. അത് കേട്ടപ്പോൾ എന്തൊരു വൈകൃതമാണ് ഈയൊരു അത്തരം ആളുകളിൽ സംഭവിച്ചത് എന്ന്. ഇത് നമ്മുടെ മലയാളത്തിലാണോ അല്ലെങ്കിൽ കേരളത്തിലാണോ സംഭവിക്കുന്നത് എന്ന് എനിക്കൊരു വലിയ അത്ഭുതം ഉണ്ടായി. ഇത്തരത്തിലൊരു സംഭവം ഒരിക്കലും നമ്മുടെ ജനതയിൽ നിന്ന്, നമ്മുടെ നാട്ടുകാരിൽ നിന്നും, നമ്മൾ ഏത് ജില്ലയായാലും ജില്ല തിരിച്ചൊന്നും നമുക്കതിനെ പറയേണ്ടതില്ല. ആരുടെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഉണ്ടാവാറില്ല. സാഹചര്യം മനസ്സിലാക്കി അതിനോടൊപ്പം നിന്ന് എന്ത് സഹായമാണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കുന്ന യുവതയും തലമുറയൊക്കെയാണ്. ഏത് തലമുറയിൽപ്പെട്ട ആളുകളായാലും കേരളത്തിൽ അങ്ങനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ കോഴിക്കോട് അന്ന് സംഭവിച്ച കാര്യം വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമാണ് അതിനകത്ത് പറയാനുള്ളത്.